ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓണിൽ റെഡ് ഫിനിഷിംഗ് ആണ്, ഡോൾ ടൂൺ ആണ് വരുന്നത്. ഇത് 5,60,000 രൂപക്കാണ്. അതും നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. 5 സീരീസ് ആണ് വരുന്നത് വിത്ത് ഫാൻസി നമ്പറോട് കൂടിയിട്ട് നമുക്ക് ഗുരുവായൂർ ഫുൾ ഓൺ ആണ്. അപ്പോൾ വാഗണർ നല്ലൊരു അടിപൊളി വണ്ടി, അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സണ്ണിലെ വിഷുവിൻ്റെ വെടിക്കെട്ട് ഓഫറായിട്ട് വന്നതാണ്. കാരണം സ്റ്റോക്ക് നോക്കണ ഏകദേശം 100-110 വണ്ടികളുണ്ട്, 100-ന് പുറത്ത് വണ്ടികളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 3-4 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു മാരത്തോൺ ആയിരിക്കും. അപ്പോൾ ചില വാഹനങ്ങളുടെ ഫ്രണ്ടൊന്നും ഉൾഭാഗം ഒന്നും കാണിച്ചില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ നമുക്ക് മറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ വരെ തന്നെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരൻ മുതൽ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു മിഡ് റേഞ്ച് വാഹനങ്ങളാണ് ഫസ്റ്റ് തന്നെ ഹാഷ് ബാഗിൻ്റെ കളക്ഷൻസ്. അടുത്തൊരു പാർട്ട് ഫുള്ള് SUV മാത്രമായിട്ടുള്ള കളക്ഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൺ ഓട്ടോ കൺസൾട്ടൻറ്റ്, ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയിൽ നിന്നും തിരൂർ റൂട്ടിൽ രണ്ടാലാണ്. ഇനി ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ സണ്ണ് ഓട്ടോ കൺസൾട്ടൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇവരെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്താൽ ലൊക്കേഷന് കാര്യങ്ങൾ, വണ്ടിയുടെ ഇൻസൈഡ് എക്സ്റ്റീരിയർ ആണ് ഇൻറ്റീരിയർ മൊത്തത്തിൽ അവർ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഫുൾ ലോണൊക്കെ ആളുകൾക്ക് ട്രാക്ക് ചെറിയ മുടക്കിലുള്ള വണ്ടികളാണെങ്കിൽ അതുണ്ട്. ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ നമ്മൾ മാക്സിമം ഫുൾ ലോൺ ആയിട്ട് ഫുൾ ലോൺ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റൂല. സ്റ്റോക്ക് ഏകദേശം 100-ന് പുറത്തുണ്ടല്ലോ അല്ലേ? ഏകദേശം ഉണ്ടാവില്ലേ? അത്യാവശ്യം വേർക്കൂല്ലേ? അതിനകത്ത് വണ്ടികളുണ്ട്. അപ്പോൾ 3-4 പാർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് സ്വിഫ്റ്റിന് നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ KL55 തിരൂർ രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2018-19 രജിസ്റ്ററുള്ള ZXi പ്ലസ് ആണ്. അതിന്റെ ഏറ്റവും ടോപ്പിലോട് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? അതെ, ഓട്ടോമാറ്റിക്കലി വരുന്നത്. ആകെ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. അപ്പോൾ 70,000 കിലോമീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ. അതിൽ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കൽ 70,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ 5,90,000. 5,90,000 അല്ലേ? മാക്സിമം ഫുൾ ഓൺ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓണിൽ, അത് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ. വീണ്ടും സെയിം കളറിൽ തന്നെ വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 VXi വരുന്ന വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒന്നിന്റെ പുറത്ത് ഓടിക്കണം. ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടി. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ ആണെങ്കിൽ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ഫുൾ ഓൺ 80 നമുക്ക് ലോൺ കൊടുക്കാം. 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി മാക്സിമം ഫുൾ ഓൺ ആയി കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത് അതിന്റെ ഒരു ബ്ലൂ കളറാണ്. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. പീസാണ്. ഡീസലിൽ വരുന്ന വണ്ടിയാണ്. 2018 ഡീസൽ ഓട്ടോമാറ്റിക്. സോ നമുക്ക് 22-23 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം നമുക്ക് കംഫർട്ടുമായി ഓട്ടോമാറ്റിക് ആണ്. കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 18 ഡീസൽ വണ്ടി, വീഡിയോയിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. 5,60,000 കൊടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കണേ, അതിനുള്ള വില കൊണ്ട് കുറച്ച് കൊടുക്കും. നമ്മൾ ഫുൾ ഓൺ ആയിട്ട് മാക്സിമം നമുക്ക് കൊടുക്കാം. എത്ര ഓട്ടോ ഓടിക്കുന്നത്? ഓട്ടോ ഓടിക്കുന്നത് 1,20,000 ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. കോഴിക്കോട് വണ്ടിയാണ്. അപ്പോൾ മൈലേജും കംഫർട്ടും കേട്ടോ. അടുത്ത തവണ നമുക്കൊരു ബലേനയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015-16 രജിസ്റ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനല് 4,90 കൊടുക്കും. 4,90. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഡീസലാണ് വരുന്നത് വണ്ടി. ഡീസലാണ്. സോ 22-23 മൈലേജും കിട്ടും. ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാം. ഫുൾ ഓണിന് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു എത്തിയോസ് ലിവയാണ്. റെഡ് ഫിനിഷിംഗ് ആണ്, ഡോൾ ടൂൺ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 റീവണ്ടിയാണ് വരുന്നത്. റീവണ്ടിയാണ്. നല്ല പൊളി അലോയ് ഒക്കെ ആഡോ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. 4,30,000 ഫൈനൽ. 4,30 ഫൈനലില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 3,000 അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. 19 രൂപയ്ക്കാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. പ്ലാറ്റിനം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ബ്ലൂ ഫിനിഷിംഗ് ആണ്. KL40 രജിസ്ട്രേഷൻ. ഇത് ഒറിജിനൽ കേരളമാണ് വണ്ടി? ഒറിജിനൽ കേരള 2012 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 2,90,000 2,90. ചെറിയൊരു പ്രൈസിന് എത്തിയോസ് ലിവ, അത് ഒറിജിനൽ കേരള വണ്ടിയില്ല. അടുത്ത നമുക്കൊരു ഫ്ലൂയിഡിക് i20 ആണ്. അതും നമുക്ക് അടിപൊളി കളറാണ്. പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ 2013 വണ്ടിയാണ്. 13 വണ്ടി. സ്പോർട്സ് വണ്ടിയാണ്. നല്ല മൈലേജ്, പെർഫോമൻസ്, സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ സ്പോർട്സ് വേണേൽ സ്കീറൊക്കെ വരൂല. എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ ഫൈനൽ 2,80,000. 2,80,000 ചെറിയൊരു പ്രൈസിനാണ് നമുക്കൊരു ഡീസൽ വണ്ടി കേട്ടോ. 2,00,000 ലോണും കൊടുക്കാം. ലോണും ചെയ്യാം. ഒരു 10-30 രൂപ കൊണ്ട് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഫ്ലൂയിഡിക് i20 തന്നെയാണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. നമ്പറൊക്കെ അതിൻ്റെ പേര് പോലെ തന്നെ 120 നമ്പറൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2012 ആസ്ട്ര ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പിലോട് ഇല്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ അടക്കം അന്ന് വന്നിരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വരുന്നത് 1,20 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി.
ഇതാണെങ്കിൽ ഫൈനലാണെങ്കിൽ നമ്മൾ 2,35,000 രൂപ കൊടുക്കാം. 2,35,000 നമുക്ക് മാക്സിമം 2 രൂപ മേലേക്ക് നമുക്ക് ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. അപ്പോൾ അതാണ് 10-20 രൂപയ്ക്ക് ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ. അഗൈൻ വീണ്ടും നമുക്കൊരു ഫ്ലൂയിഡിക് i20 തന്നെയാണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2012 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്, 11-12 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ 1,80,000 രൂപ. 180 ഡീസൽ വണ്ടി തന്നെയാണ് അല്ലേ, സ്പോർട്സിൽ വരുന്ന വണ്ടി, സ്പോർട്സ് തന്നെയാണ് വരുന്നത് അല്ലേ. അടുത്തതാണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് നമുക്ക് BM-ന്റെ 3 സീരീസ് അല്ലേ വരുന്നത്, 5 സീരീസ് ആണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2007 ഒറിജിനൽ കേരള വണ്ടിയാണ്, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. 5,60,000 രൂപ കൊടുക്കും. 5,60,000 രൂപക്കാണ്. അതും നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്, 5 സീരീസ് ആണ് വരുന്നത്, വിത്ത് ഫാൻസി നമ്പറോട് കൂടിയിട്ട് നമുക്ക് ഗുരുവായൂർ രജിസ്ട്രേഷനില്ല. അടുത്ത നമ്മൾ വീണ്ടും ഡീസലിൽ നല്ല മൈലേജും കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന നെക്സ ചാനൽ വഴി വന്നിരുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി സിയാസ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡ്, ഹാൻഡ് റെസ്റ്റ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്, കമ്പനി അലോയ്സ്, പുഷ് ബട്ടണൊക്കെ അടക്കം വരുന്ന വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു? ഇത് 2017 ഹൈബ്രിഡിൽ വരുന്ന വണ്ടിയാണ്. ഹൈബ്രിഡ്, സോ നല്ല മൈലേജ് 22-24 തന്നെ ലോങ് ഡ്രൈവിൽ മൈലേജ് പ്ലസ് ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഏകദേശം 1.30 ഓടിക്കണ്, ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 5,80,000 രൂപ ഫുൾ ലോൺ ആയിട്ട്, 580 ഫുൾ ലോൺ കേട്ടോ, ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1-2 മാസത്തെ EMI നമുക്ക് അഡീഷണൽ കിട്ടും. ഏകദേശം വണ്ടികളൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. നമ്മളിത് ഒരു ആവറേജ് കണക്കിൽ നമ്മൾ പറഞ്ഞിരുന്നത്, ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം തന്നെ ഫുൾ ലോൺ ആയിട്ട് നമുക്ക് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്, സെഡാനാണ്, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ? ഇത് 2015 VDI വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1.35 ഓട്ടോ. ഇതാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 4,10,000 ഫുൾ ലോൺ, 4.10 ഫുൾ ലോൺ, അതും ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടുന്ന വണ്ടി കേട്ടോ. നമുക്ക് വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 മോഡലിലെ വണ്ടി, ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒരു 10,000 രൂപ അലോയൊക്കെ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് സെറ്റ് കാര്യങ്ങൾ ഇതൊക്കെ പോളിഷ് ഒക്കെ ചെയ്യണം, ഫുള്ള് വൃത്തിയാക്കി ആക്കി കൊടുക്കാം. ഓക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ എയർ ആയതുകൊണ്ട് അത്യാവശ്യം പൊടിയൊക്കെ പറയുന്നുണ്ട്, ഫുള്ള് നമുക്ക് പോളിഷും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കാം. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 3,40,000 കൊടുക്കാം. 3,40,000 നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പ്രൈസ് ആണ്, ഫുൾ ഓൺ തന്നെ ചെയ്യാം. മാക്സിമം ഒരു 3 രൂപ അടുത്ത് ലോൺ കൊടുക്കാം. ഓക്കെ, അടുത്ത് വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് തന്നെയാണ്. അത് എങ്ങനെ? 2014 VDI വരുന്നത്. ഇതാണെങ്കിൽ 3 ലക്ഷം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കുക. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രാക്കിന് 10 രൂപ തന്നെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് ബലാനാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടി. 2021 മോഡൽ 70,000 ഓട്ടം വരുന്ന വണ്ടിയാണ്. ഇതാണ് ഒരു 5,60,000 രൂപ ഫുൾ ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് 2 എലൈറ്റ് i20 ഉണ്ട്. ഡോൾട്ടൂൺ ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ലാസ്റ്റ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 2015 പെട്രോളാണ് വരുന്നത്. പെട്രോളാണ്, സോ മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. ഒരു 16 മൈലേജ് ലോങ് ഡ്രൈവിലൊക്കെ കിട്ടും ചെയ്യും. സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. 3,80,000 രൂപ. ചെറിയ പ്രൈസിനാണ് i20, വെറും 380 അത് ഫുൾ ഓൺ കേട്ടോ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു i20 തന്നെയാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പറൊക്കെ ഉണ്ട്, 0 ഒക്കെ അടിപൊളി നമ്പറൊക്കെയാണ് അല്ല. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 മോഡൽ ഡീസൽ വരുന്നത്, മാഗ്ന പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഫൈനലാണെങ്കിൽ നമുക്ക് 4,90,000 രൂപ, 490 ഒരു 4 രൂപ ലോൺ കൊടുക്കാം. 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത ഫിഗോ ആസ്പിയർ 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, 1.20 ഓടിയാണ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെ. നമുക്ക് ആണെങ്കിൽ ഒരു ആവശ്യത്തിൽ 3.40 കൊടുക്കുക ചെയ്യാം. 3.4 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാമല്ലോ. യെസ്, അടുത്ത നമുക്ക് ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്ന ടിയാഗോ പെട്രോൾ ആണ്. അതിൻ്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ. യെസ്, അപ്പോൾ ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് റേറ്റിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഇൻക്ലൂഡഡ് ആണ്, നമ്മളൊന്നും ചെയ്യിക്കാനില്ല അല്ലേ. എക്സെറ്റ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. മാക്സിമം ഫുൾ ഓൺ കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഒരു 2,80,000 രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 285 ഫുൾ ഓൺ. മോഡൽ പറഞ്ഞ 2016-17 രജിസ്ട്രേഷൻ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അടുത്തൊരു റെനോ കിഡാണ്. കിഡ് നമുക്ക് 2 വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ഒരേപോലെ തന്നെ ഒരു സിൽവറും. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015-16 ആണ്. ഇതാണെങ്കിൽ 1.90 കൊടുക്കാം, ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 1.90 അത് ഫുൾ ഓൺ അല്ലേ. അത്യാവശ്യം നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്, സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2021 ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് അല്ലേ. ഒരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തീരെ ഫുൾ ഓൺ കൊടുക്കാം. 3,80,000 രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് ചെറിയ കിലോമീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് അതും ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാകുന്നതിന് പറ്റിയ വണ്ടിയാണ്. അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. അടുത്ത നമുക്കൊരു നിസാന്റെ മൈക്രയാണ്. 2012
XV ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരണ ഏറ്റവും ടോപ്പിലോട് വണ്ടി അല്ലേ? ഇത് 2 ലക്ഷം രൂപ ഫൈനൽ ഇട്ട് കൊടുക്കാം. 2 ലക്ഷം രൂപ ഫൈനല്. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വരുന്നത്. ഡീസലാണ്. സോ 24 വരെയൊക്കെ മൈലേജും കിട്ടും, പെർഫോമൻസ് ഉണ്ടാവും. ചെറിയൊരു പ്രൈസിന് നമുക്ക് നല്ലൊരു ഡീസൽ വണ്ടിയില്ല. അടുത്ത തവണ നമുക്ക് ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന വാഗ്നർ ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ക്ലീൻ വണ്ടി തന്നെയാണ്. ഇതാണ് നമുക്കൊരു 4,10,000 രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 4,10 ഫുൾ ഓൺ ആണ്. അപ്പോൾ വാഗ്നർ നല്ലൊരു അടിപൊളി വണ്ടി, അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന്. അത് വീണ്ടും നമുക്കൊരു മൈക്രോ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 മോഡലാണ് വണ്ടി. ഇതിലാണെങ്കിൽ നമുക്ക് 1,70,000 രൂപക്ക് XV ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെ. ഏറ്റവും ടോപ്പിലോട് വണ്ടി 1,70,000 ഇട്ടാ. അതേപോലെ വീണ്ടും നമുക്ക് ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. 2007 മോഡൽ VXI ആണ്. ഇതാണെങ്കിൽ 1,5 രൂപ. 1,5 നമുക്ക് സ്വിഫ്റ്റ് കേട്ടോ. അടുത്തൊരു റെഡിഗോ ആണ്. എങ്ങനെയായിരുന്നു മോഡല്? റെഡിഗോ 2017 മോഡലാണ് വണ്ടി. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക. 1,90 കൊടുക്കുക. ഫുൾ ഓൺ ആയിട്ട് 1,90 ഫുൾ ഓൺ. ഞാൻ കളർ ചേഞ്ച് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2016 മോഡൽ വണ്ടി. ഇതും ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ പറ്റിയാണ്. 1,70,000 കൊടുക്കുക. 1,70,000 ഫുൾ ഓൺ. അടുത്ത് നമുക്ക് വാഗ്നർ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2010 പുതിയ പേപ്പർ കാര്യങ്ങൾ കംപ്ലീറ്റ് പെടുത്ത വണ്ടിയാണ്. 30 പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. ഇതാണെങ്കിൽ 1,80,000 ഫൈനൽ. 1,80,000 ഫൈനൽ. അടുത്തൊരു ZS-ലാണ്. സിൽവർ ഫിനിഷിംഗ് ആണ്, ഗോൾഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. 2007 മോഡൽ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ 90 രൂപ ഫൈനൽ. K സീരീസ് ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. ചെറിയൊരു ബഡ്ജറ്റ് അല്ലേ? ഇനി വാഗ്നർ ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് വണ്ടിയാണ്. 2006 VXI ആണ്. പുതിയ പേപ്പറിലാണെങ്കിൽ 95,000 രൂപ കൊടുക്കും. 95,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ കേട്ടോ. അത് നമുക്കൊരു ബെൻസ് വരുന്നുണ്ട്. ഇതേത് കംപ്രസറാണ് വരുന്നത്? അതെ. ഇതേതായിരുന്നു മോഡല്? 2001 മോഡല്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ ഫൈനൽ 2,80,000 രൂപ കൊടുക്കും. 2,80,000 നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ബെൻസ് ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് വീണ്ടും വാഗ്നർ 3 വീണ്ടും വരുന്നു. 3 അല്ല 4. ഈ ഒരു വരി ഫുള്ള് വാഗ്നർ തന്നെയാണ് അല്ലേ? ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2007 മോഡലാണ് വണ്ടിയാണ്. ഇതാണ് ഫൈനൽ ആണെങ്കിൽ 1,10 കൊടുക്കും. 1,10. അതിന്റെ സെയിം ജനറേഷന് കളർ ചേഞ്ച് ആണ്. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ 1,30 കൊടുക്കും. 60,000 കിലോമീറ്റർ നമുക്ക് ജനുവിന് വരാൻ പറ്റും. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് 60,000 കിലോമീറ്റർ വണ്ടി. അടുത്ത വീണ്ടും നമുക്കൊരു LXI ആണ്. വാഗ്നർ ആണ്. 2017 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 1,65 കൊടുക്കും. 1,60. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിന്? 1 ലക്ഷം രൂപ അടുത്തൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തൊരു വാഗ്നർ സ്റ്റിംഗർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2013 14 ഇതാണെങ്കിൽ 2,30,000 രൂപ കൊടുക്കും. 2,30 നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു വാഗ്നർ തന്നെയാണ് വരുന്നത്. അതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. VXI ആണ്. 2018 ഫുൾ ഓൺ ആയി കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 3,40,000 രൂപയ്ക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തവണ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇനിയും 10-70 വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താടി പുതിയ ഹൈവേയിൽ നിന്ന് നമ്മൾ തിരൂർ റൂട്ടിൽ രണ്ടാലാണ് ഈ ഒരു സണ്ണ് സ്ഥിതി ചെയ്യുന്നത്. സോ നിങ്ങളെ നമ്പറൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഫുൾ ഓണിൽ അപ്പോൾ കാറില്ല എന്നുള്ള സങ്കടം വേണ്ട അല്ലേ? വന്നു കഴിഞ്ഞ് ട്രാക്ക് കാര്യങ്ങൾ നിങ്ങൾ അടക്കുക. EMI കപ്പാസിറ്റി ഉണ്ടോ, വാഹനമായിട്ട് ഇവിടുന്ന് പോവാം. അടുത്തൊരു പാർട്ട് SUV മാത്രമുള്ള ഒരു പാർട്ടാണ്. വെയിറ്റ് ചെയ്തോളി, അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ താൻ നമ്പർ കൊടുത്തിട്ടുണ്ട്.